കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂരത്തിന് തുടക്കമായി. ലിഷോയ്, ഇപ്പോൾ അവിടെ എന്തൊക്കെ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് എനിക്ക് പുറകിൽ കാണുന്നത്. പൂരത്തിന്റെ ആദ്യ ഘടകക്ഷേത്രം. തീർച്ചയായും കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് തുടങ്ങിയിരിക്കുന്നത്. പൂരത്തിനുള്ള ആദ്യ ഘടകക്ഷേത്രം ശാസ്താവ് എത്തിയതിന് ശേഷമാണ് പൂരത്തിന്റെ പൂരം കൃത്യമായ എല്ലാ ചടങ്ങുകളുമായി ആരംഭിക്കുന്നത്. പുലർച്ചെ തന്നെ, അതായത് മഞ്ഞേൽക്കാതെ വെയിലേൽക്കാതെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ തെക്കേ ഗോപുരനട വഴി അകത്തേക്ക് കടക്കുന്ന ഒരു പൂരം എന്ന് പറയുന്നത് കണിമംഗലം ശാസ്താവിൻ്റെ പൂരം മാത്രമാണ്. അതിനുശേഷം പടിഞ്ഞാറേ നടയിലൂടെയാണ് കണിമംഗലം ശാസ്താവ് പുറത്തേക്ക് വരിക. 2 ശാസ്താക്കന്മാരാണ് ഈ തൃശ്ശൂർ പൂരത്തിൽ പ്രധാനമായും പങ്കെടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ ഒരു ദേവഗുരു സങ്കല്പമുള്ള, ബൃഹസ്പതി സങ്കല്പമുള്ള ഒരു പ്രതിഷ്ഠയാണ് കണിമംഗലം ശാസ്താവിൻ്റേത്. അതുകൊണ്ട് തന്നെ വടക്കുംനാഥനെ വണങ്ങാതെ പുറത്തേക്ക് പോകുന്ന ഒരേ ഒരു പൂരം എന്ന് പറയുന്നത് കണിമംഗലം ശാസ്താവിൻ്റെയാണ്. തെക്കേ ഗോപുരനടയിലൂടെ പ്രവേശിച്ച് അതിനുശേഷം പടിഞ്ഞാറേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കണിമംഗലം ശാസ്താവിൻ്റെ പൂരം. ഇവിടെ നിന്നിപ്പോൾ ഒരാനപ്പുറത്താണ് കണിമംഗലം ശാസ്താവ് എഴുന്നള്ളതെങ്കിൽ കുറച്ച് അപ്പുറത്ത് കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് 3 ആനപ്പുറത്തായിരിക്കും എഴുന്നള്ളത്ത്. അതിനുശേഷം മണികണ്ഠനാൽ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ 5 ആനപ്പുറത്തായിരിക്കും. ഒടുവിൽ പൂരം അകത്തേക്ക് കടക്കുമ്പോൾ 9 ആനപ്പുറത്താണ് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് ഉണ്ടാവുക. എന്തായാലും വളരെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ചടങ്ങ് കൂടിയാണ്. കാരണം കണിമംഗലം ശാസ്താവിൻ്റെ ഒരു എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് നിരവധി ആളുകൾ അനുഗമിച്ചുകൊണ്ട്, അതായത് പുലർച്ചെ 5:30-ക്കാണ് കണിമംഗലം ശാസ്താവ് അവിടെ നിന്നും പുറപ്പെടുന്നത്. അതിനുശേഷം ഈ വഴിയിലൂടെ കുറുക്കഞ്ചേരിയെല്ലാം പിന്നിട്ട് ഇപ്പോൾ കൊക്കാല ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കുളശ്ശേരി ക്ഷേത്രത്തിലേക്ക് എത്തും. നമ്മുടെ ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജനുണ്ട്. അങ്ങനെ പൂരം തുടങ്ങായി. കണിമംഗലം ശാസ്താവിൻ്റെ വരവോടുകൂടി പൂരത്തിൻ്റെ ആദ്യ ആരവം വടക്കുംനാഥനിലേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം പോലെ തന്നെ വെയിലാകുന്നതിന് മുമ്പ് കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനെ കണ്ട് വണങ്ങി തിരിച്ചു പോകുന്ന 7:30 മണിക്ക് മേളം കയറുകയും 8:30 മണിക്ക് തിരിച്ചു പോരുകയും ചെയ്യുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ആചാരങ്ങൾ വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. തിരുവമ്പാടിയും പാറമേക്കാവും അല്ലാതെയുള്ള 8 ഘടകപൂരങ്ങൾ ഓരോന്നും വന്നു ചേർന്ന സമയം കൃത്യതയോടുകൂടി നിർവഹിച്ചിട്ടുള്ളതാണ്. നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതനുസരിച്ച് പൂരത്തിൻ്റെ നടപടിക്രമങ്ങൾ വളരെ ആവേശകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആദ്യമെത്തുന്ന കണിമംഗലം ശാസ്താവ് വിഷയിക്കറിയാവുന്നതുപോലെ എൻ്റെ മണ്ഡലം ഉൾപ്പെടെയാണെന്നുള്ളത് കൊണ്ട് സാധാരണ അവിടെ നിന്ന് നടന്നു വരികയാണ് പതിവ്. തവണയും പതിവ് തെറ്റിക്കാതെ അതിനൊപ്പം എത്തിച്ചേരാൻ കഴിഞ്ഞ് വലിയ ആവേശത്തിലാണ് പൂരനഗരിയാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയുണ്ട്. നമ്മുടെ ഒരു സംഘാടനവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി നിൽക്കുകയാണ്? ഇപ്പോൾ പൂരം തുടങ്ങി. പൂരം തുടങ്ങി. സംഘാടനം അതിൻ്റെ എല്ലാ വശങ്ങളും, അതായത് ഭക്തജനങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, കുടിവെള്ളം, അതുപോലെ തന്നെ അവർക്ക് സുരക്ഷിതത്വം, അതുപോലെ മെഡിക്കൽ എയ്ഡ്, അതുപോലെ എല്ലാ വലിയൊരു മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൻ്റെ സഹകരണത്തോടു കൂടി. തീർച്ചയായും വളരെ മികവോടുകൂടി സംഘാടനവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് പുരോഗമിക്കുകയാണ്.